നമ്മുടെ ആദിവാസി മേഖലയിൽ ഡിഗ്രി PG കഴിഞ്ഞു നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. ഇവർക്കാർക്കും തന്നെ ഗവൺമെന്റ് ജോലികൾ ലഭിക്കാറില്ല. 100 കണക്കിന് മത്സര പരീക്ഷകൾ എഴുതുന്നുണ്ട്. ആർക്കും ജോലികൾ ലഭിക്കാറില്ല. കാരണം TTC പാസ്സായവരുണ്ട്, B.Ed പാസ്സായവരുണ്ട്, PGക്കാരൊക്കെ ഉണ്ട്. ഇവർക്കാർക്കും കൊല്ലം ജില്ലയിലെ എൻ്റെ തോന്നൽ ആദിവാസികൾക്ക് ആർക്കും തന്നെ ഈ കുറേ വർഷങ്ങളായിട്ട് ഗവൺമെന്റ് ജോലി ലഭിക്കാറില്ല. അത് ഒന്ന്. 2, നമ്മുടെ പട്ടികവർഗ വികസന വകുപ്പ് രൂപം കൊണ്ട അന്നു മുതൽ തന്നെ ST പ്രൊമോട്ടർമാർ തുച്ഛമായ വരുമാനത്തിന് ജോലി ചെയ്യുന്നവരാണ്. അവരുടെ എന്ന് പറയുന്നത് സേവനം വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ അത് അവരെ സ്ഥിരമായി നിയമിക്കണമെന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. പിന്നീട് ഒന്ന്, നമ്മുടെ കുളത്തൂപ്പുഴ CHCയെ ട്രൈബൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് ഉയർത്തണമെന്ന് പല സംഘടനകളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിന്റെ തോന്നൽ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന കുളത്തൂപ്പുഴ പഞ്ചായത്തിലാണ്. അപ്പം ഈ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങൾ ഏകദേശം നമ്മളെ പെരുവഴിക്കാല ആദിവാസി മേഖലയിൽ നിന്നും ഏത് ആശുപത്രിയാണ് കുളത്തൂപ്പുഴ CHCയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കണമെന്നുള്ളതാണ് അതൊരാവശ്യം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെല്ലാം ആദിവാസികൾ കാരണം എല്ലാം വനമേഖലയിൽ താമസിക്കുന്നവരാണ്. കാരണം വന്യമൃഗ ശല്യം വളരെ രൂക്ഷമാണ്. അപ്പം അതിന് സമഗ്രമായ പദ്ധതികൾ ഉണ്ടാവണം. പിന്നീട് അടുത്തൊരു കാര്യം തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടാണ്. അപ്പം തൊഴിലുറപ്പ് നമ്മുടെ ആദിവാസികൾക്ക് 100 ദിവസം ST+ എന്നും പറഞ്ഞുകൊണ്ട് പട്ടികവർഗ വികസന വകുപ്പ് 100 ദിവസം അധിക ജോലി തരുന്നുണ്ട്. പക്ഷെ ആ ജോലി തന്നിരുന്നാലും ആ ശമ്പളം ലഭിക്കുന്നത് 1 വർഷത്തോളം കഴിഞ്ഞിട്ടാണ്. കാരണം നമുക്ക് മറ്റ് ജോലികൾക്ക് പോകാൻ പറ്റില്ല, ഭീഷണിയാണ്. കാരണം നമുക്ക് ഒരു ഓണം വന്നാലും ഉത്സവം വന്നിരുന്നാലും സ്കൂൾ തുറന്നാലും ശരി, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അവർക്ക് യൂണിഫോം വാങ്ങാൻ വേണ്ടിയോ പൈസ ലഭിക്കാറില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രത്യേകം. പിന്നെ ഒരു കാര്യം കൂടി സാർ പറയാനുണ്ട്. നമ്മുടെ കൊല്ലം കേന്ദ്രീകരിച്ചിട്ട് നമ്മുടെ +2 കഴിഞ്ഞ് പല കുട്ടികളും വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് നിന്ന് പഠിക്കുന്നതിന് വേണ്ടി കൊല്ലം കേന്ദ്രീകരിച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റലുകൾ നിർമ്മിച്ചാൽ നമ്മുടെ കുട്ടികളുടെ തുടർന്നുള്ള വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ്. പിന്നെ ആദിവാസി സമൂഹമായിട്ട് ബന്ധപ്പെട്ട് കുളത്തൂപ്പുഴയിൽ നിന്നുള്ള വിഷയങ്ങൾ പറഞ്ഞു. അവര് CHC കുളത്തൂപ്പുഴ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി നമ്മൾ UDF അവതരിപ്പിച്ച ആരോഗ്യരേഖയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ട്രൈബൽ ഏരിയകളിലുള്ള ഹെൽത്ത് കെയറാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കമ്പോണന്റാണ് ട്രൈബൽ ഏരിയയിലുള്ള ഹെൽത്ത് കെയർ. ഉറപ്പായിട്ട് അത് ഉറപ്പുവരുത്തും. ഏതെല്ലാം നമ്മളത് നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്ത സംഭവമാണ്. ST പ്രൊമോട്ടർമാർക്കുള്ള തുച്ഛവേതനം ഉൾപ്പെടെ സർക്കാർ ജോലി ലഭിക്കാതെ നമ്മൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിനെ കുറിച്ചൊക്കെ ട്രൈബ്സിന് വേണ്ടിയിട്ട് ST വിഭാഗത്തിന് വേണ്ടിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മാനിഫെസ്റ്റോയിൽ അത് ഗൗരവമായി പ്രഖ്യാപിക്കും. വളരെ ഗൗരവമായ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട വിഷയം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുട്ടികൾ പാതി വഴിക്ക് വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നു, അവർക്ക് ഹോസ്റ്റലുകളില്ല. പിന്നെ വന്യജീവി ശല്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നതും അതിന്റെ ഇരകളായി മാറുന്നതും ആദിവാസികളാണ്. അപ്പോൾ വന്യജീവി ശല്യം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമഗ്രമായൊരു പ്രോജക്റ്റ് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്.